ഹായ് അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലെ ഒരു ദിനം പിന്നിട്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിനങ്ങൾ നല്ലതാകട്ടെ എന്ന ആശംസയോടെ, നല്ല രീതിയിൽ ഫലപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അസ്ലിഹ. എവിടെയാണ് നാട്? തിരൂര്. എന്താ ചെയ്യുന്നത്? പഠിക്കാണ്. ഏതാണ്, എന്തിനാ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? 3 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ 3ഉം കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. ചോദിച്ചോട്ടെ? ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇസ്ലാം എന്ന വാക്ക് ഏത് പദത്തിൽ നിന്നും വന്നതാണ്? കേട്ടോ? ഇസ്ലാം എന്ന വാക്ക് ഏത് പദത്തിൽ നിന്നും വന്നതാണ്? ഓപ്ഷൻസ് പറയട്ടെ: സലീം, സിൽമ്, സലാം. സലീം, സിൽമ്, സലാം. ഉറപ്പിക്കട്ടെ? തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, വീണ്ടും വിളിക്കാം. ഓക്കെ, അപ്പൊ ശരി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റുബീന. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഉമ്മ, മക്കള്, ഓക്കെ. ഓക്കെ, ഹൗസ് വൈഫ് ആണോ? എവിടെയാ സ്ഥലം? ഓക്കെ. ചോദ്യങ്ങളുണ്ട്, 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ? റെഡിയാണോ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ 3ഉം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഇസ്ലാം എന്ന വാക്ക് ഏത് പദത്തിൽ നിന്നും വന്നതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇസ്ലാം എന്ന വാക്കാ? ഞാൻ ഓപ്ഷൻസ് പറയട്ടെ: സലീം, സിൽമ്, സലാം. ഒരുപാട് ഓപ്ഷൻ പറഞ്ഞു. സലീം, സിൽമ്, സലാം. സലീം. ഉറപ്പിക്കണോ? രണ്ടാമത്തെ എന്താണ് ഓപ്ഷന്? സിൽമ്. സലീം, സിൽമ്, സലാം. എന്നാ രണ്ടാമത്തെ ഓപ്ഷന്. ഉറപ്പിക്കട്ടെ? കറക്കി കുത്തിയതാണോ? കറക്കി കുത്തിയതാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്
ഏതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്? ഒരു ചെറിയ ക്ലൂ ഉണ്ട്. ആ കടത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇതിനെ കുറിച്ചിട്ട് കടം ബാധ്യതകള്. കടത്തിന് ബാധ്യതകളാണ്. അതെ, കടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ആയത്താണ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തും കൂടിയാണ്. അൽ-ബഖറ. ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റുമോ? ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. കടത്തെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അറിയോ? റഹ്മാൻ. തെറ്റാണ് ആൻസർ. ഓക്കെ താത്ത, വീണ്ടും വിളിക്കുക. ഉത്തരം എന്താണ്? ഉത്തരം ആയത്തുൽ ദൈൻ ആണ്. ആയത്തുൽ ദൈൻ. ദൈൻ എന്ന് വെച്ചാ കടം എന്നാണ് അർത്ഥം. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും. അപ്പൊ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം നമുക്ക്. ഹലോ ഹലോ. അതെ അതെ. അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷാമിൽ. ഷാമിൽ എന്ത് ചെയ്യുന്ന? പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാ? ഫിഫ്ത്തില്. ഓക്കെ. അപ്പൊ ഷാമിലിന് 3 ചോദ്യങ്ങൾ ഞാൻ തരാൻ പോവാണ്. 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ. ഈ 3 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വക നല്ലൊരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ. 3 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം എത്ര വർഷമായിരുന്നു? പ്രബോധന കാലം എത്ര വർഷമായിരുന്നു? ഓപ്ഷൻസ് പറയട്ടെ. 23 വർഷം, 21 വർഷം, 22 വർഷം. 23 വർഷം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകരിൽ ഖലീലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ക്ലൂ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ക്ലൂവോ അല്ലെങ്കിൽ ഓപ്ഷൻസോ ഒന്നുമില്ല. ഓക്കെ. ഖുർആനിൽ ഏറ്റവും നല്ല കഥ അഥവാ അഹ്സനുൽ ഖസസ് എന്നറിയപ്പെടുന്നത് ആരുടെ കഥയാണ്? ഖുർആനിൽ ഏറ്റവും നല്ല കഥ അഥവാ അഹ്സനുൽ ഖസസ് എന്നറിയപ്പെടുന്നത് ആരുടെ കഥയാണ്? അറിയോ? എന്താണ്? ഓ, തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, വീണ്ടും വിളിക്കാം. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷമുണ്ട്. ഓക്കെ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത്
ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ബാദുഷ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഓക്കെ ഓക്കെ. ഇക്ക, ഞാൻ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസോ ക്ലൂ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത് 3ഉം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആദം നബിയെ കുറിച്ച് ഖുർആനിൽ എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? പറയട്ടെ, ക്ലൂ പറയട്ടെ, ഓപ്ഷൻസ് പറയട്ടെ. 24, 16, 34. 34. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതെ അതെ അതെ, കൺഗ്രാറ്റ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ഖുർആനിൽ ഏറ്റവും നല്ല കഥ അഥവാ അഹ്സനുൽ ഖസസ് എന്നറിയപ്പെടുന്നത് ആരുടെ കഥയാണ്? ക്വസ്റ്റ്യൻ പറയട്ടെ ഒന്നുകൂടെ. ഖുർആനിൽ ഏറ്റവും നല്ല കഥ അഥവാ അഹ്സനുൽ ഖസസ് എന്നറിയപ്പെടുന്നത് ആരുടെ കഥയാണ്? ക്ലൂ, പ്രവാചകന്മാരിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം. ആരായിരിക്കും? ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച്. പാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് ആ പാട്ടിലുണ്ടാവുമല്ലോ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പാട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഖലീലുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി. കലീമുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഖലീലുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി. കലീമുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? അറിയില്ല. ഒന്നും കൂടി ആലോചിച്ചൂടെ? അവിടെ ആരുടെടുത്തെങ്കിലും ചോദിച്ചൂടെ? മൂന്നാമത്തെ ചോദ്യമാണ്. ഇതും കൂടി കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റാണ് കാത്തിരിക്കുന്നത്. ചോദ്യം ചെറുതാക്കി പറയാം. കലീമുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഓക്കെ, സമയം എടുക്കാൻ പാടില്ല കേട്ടോ. ഏതാണ്? ഈസാ നബി. ഒന്നും കൂടി ആലോചിച്ചൂടെ? ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഉറപ്പിക്കാവോന്ന്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൂസാ നബിയാണ്. തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വാക്കിലാണ് വെച്ചുപോയത്. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമ. അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മിദ്ലാജ്. ഓക്കെ, മിദ്ലാജ് എന്ത് ചെയ്യുന്നു?
എയ്ത്തിൽ പഠിക്കുന്നു. 8th പഠിക്കുകയാണ്. എവിടെയാ പഠിക്കുന്നത്? നിർമ്മലത് മംഗല സ്കൂളില്. ഓക്കെ, അപ്പോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? 3 ചോദ്യങ്ങളാണുള്ളത്. ഈ 3 ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, 3 ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് അല്ല, ക്ലൂ ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ബദർ യുദ്ധം ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമായിരുന്നു, അറിയാലോ. ഏത് ദിവസത്തിലാണ് ബദർ യുദ്ധം നടന്നത്? ക്ലൂ പറയട്ടെ? ഓക്കെ, റമളാൻ 27, റമളാൻ 17, റമളാൻ 20. 17. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വഹി എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? വഹി എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? വഹി നമ്മൾ പറയില്ല, വഹി എത്തിച്ചു കൊടുക്കാന്നൊക്കെ. അതെന്തായിരിക്കും? വഹി എന്ന് പറയുമ്പോ തന്നെ അതിലുണ്ട്, അതിന്റെ ആൻസർ അതിൽ തന്നെ ഉണ്ട്. സന്ദേശം. ഒന്നുകൂടി ആലോചിച്ചാൽ കിട്ടും. അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. മുൻകൂട്ടി നമ്മളൊരു കാര്യം അറിയാണ്. അത് വളരെ എന്താ പറയാ, നമുക്ക് ആരുടെ പറയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നമ്മളോട് ആരും ഒരു കാര്യം നമ്മൾ പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മളത് സൂക്ഷിക്കാൻ തരില്ലേ? അതിനൊരു ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേരില്ലേ? രഹസ്യം. ഓക്കെ, രഹസ്യം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? മൂന്നാമത്തെ ചോദ്യത്തിൽ ഈ പറഞ്ഞ ക്ലൂവോ അല്ലെങ്കിൽ ഓപ്ഷൻസോ ഒന്നും ഇല്ല കേട്ടോ. അതും കൂടി കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഒരു സൂറത്തിൽ 25 പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി ആരാണ്? ഒരു സൂറത്തിൽ 25 പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി ആരാണ്? ഒരു ക്ലൂ എന്ന് പറയാൻ പറ്റില്ല. അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞ ഒരു കഥ അറിയോ? അഹ്സനുൽ ഖസസ്. അറിയില്ല. ഓക്കെ, എന്തായാലും 2 ചോദ്യങ്ങൾ കറക്റ്റ് ആക്കിയല്ലോ. കൺഗ്രാറ്റ്സ്. വീണ്ടും വിളിക്കാം. ആരാണ്? ഇബ്രാഹിം നബി അല്ല, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യൂസുഫ് നബിയാണ്. ഏതായാലും വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു. അസ്സലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇപ്പൊ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷഹൽ എത്രയിലാ പഠിക്കുന്നത്? 2ാം ക്ലാസ്സില്. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട് ഷഹലിന്റെ? ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്.
റെഡിയാണോ? ഓക്കെ, 3 ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ക്ലൂ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കില്ല. ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം, നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം എത്ര വർഷമാണ്? ചോദ്യം ക്ലിയർ ആയോ? ഓക്കെ, ഓപ്ഷൻസ് പറയാം. 700, 90, 950. ഓക്കെ, ഒരു ചെറിയ തെറ്റുണ്ട്. 700, 90, 950. മൂന്നാമത്തത് ഉറപ്പിക്കട്ടെ? കറക്റ്റ് ആണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഖുർആനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ചോദിക്കട്ടെ? ഖുർആനിൽ സ്വർഗ നരകങ്ങളെ കുറിച്ച് നിരവധി തവണ പ്രതിപാദിച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ജഹന്നം എന്ന അല്ലെങ്കിൽ അഥവാ നരകം എന്ന വാക്ക് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? ഓപ്ഷൻ അല്ല, ഒരു ചെറിയ ക്ലൂ തരാം. 7 ആ നമ്പർ തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആനിൽ ജഹന്നം അഥവാ നരകം എന്ന വാക്ക് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? 70. ഉറപ്പിക്കട്ടെ? കറക്റ്റ് ആവോ? ഉറപ്പിക്കണോ അതോ ഉറപ്പിക്കണ്ടേ? ഉറപ്പിക്കാം അല്ലേ? സോറി മോനെ, തെറ്റാണ്. വീട് വിളിക്കാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. മാസലാമ. ഓക്കെ.